സുപ്രധാന ഒരു സുഗന്ധദ്രവ്യമാണ് കറുവ. ലൊറേഷ്യേ എന്ന ഇതിൽ കുടുംബത്തിൽ 300ഓളം വിവിധ ജീനസുകളുണ്ട്. അതിപുരാതന കാലം മുതലേ കറുവ അറബിയയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതായി പറയപ്പെടുന്നു. ഈജിപ്തിലെ സുന്ദരിമാർ കറുവ തുടങ്ങിയ സുഗന്ധവസ്തുക്കൾ പുകച്ച് ആ പുകയേറ്റ് ശരീരസൗരഭ്യം വർദ്ധിപ്പിക്കുക പതിവായിരുന്നു. കറുവപ്പട്ട കറി മസാലയായും ഇത് വാറ്റിയെടുക്കുന്ന തൈലമരുന്നുകളിലും ഉപയോഗിക്കുന്നു. ശിഖരങ്ങൾ മുറിച്ച് അതിൻ്റെ തൊലി ശേഖരിച്ച് പാകപ്പെടുത്തിയെടുക്കുന്നതാണ് കറുവപ്പട്ട. തൊലിക്ക് പുറമെ ഇലയും ഉപയോഗിക്കുന്നു. ആയുർവേദത്തിലും ആദിവാസി വൈദ്യത്തിലും കറുവപ്പട്ട പ്രാധാന്യം വഹിക്കുന്നു. കറുക എന്ന പേരിൽ സാദൃശ്യമുള്ള ചെടിയുമായി വളരെ വ്യത്യാസമുണ്ട് കറുവ. കറുവത്തൊലി, പച്ചില, ഏലത്തരി ഇവ മൂന്നും കൂടിയതിനെ ത്രിജാതകം എന്നും ത്രിജാതകത്തോടു കൂടി നാഗപ്പൂ ചേർത്താൽ ചതുർജാതകം ആവും. അനേകം ശാഖകളോട് കൂടിയ ഇടത്തരം വൃക്ഷമാണ്. മരപ്പട്ട പരുക്കനും തവിട്ട് കാപ്പി നിറത്തിലുമാണ് കാണപ്പെടുന്നത്. ഇലകൾ ഏകാന്തരമായോ സമൂഹമായോ വിന്യസിച്ചിരിക്കും. ഇലയിൽ സുഗന്ധദ്രവ്യങ്ങളുണ്ട്. കൃത്യമായ മണമാണ് ഇലയ്ക്കും പൂക്കൾക്കും. ഡിസംബർ മുതൽ പൂക്കാലം. ശ്രീലങ്ക, ബ്രസീൽ, ജമൈക്ക, ഇന്ത്യ എന്നിവിടങ്ങളിലാണ് കൂടുതലായി കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിൽ കേരളത്തിലെ നിത്യഹരിത വനങ്ങളിൽ വന്യമായും നാട്ടിൻപുറങ്ങളിൽ നട്ടുവളർത്തുകയും ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറുവപ്പട്ടയുടെ 75% ഉൽപ്പാദിപ്പിക്കുന്നത് ശ്രീലങ്കയിലാണ്. നല്ല മഴയുള്ള കാലാവസ്ഥയാണ് ഇതിനനുയോജ്യം. കറുവയുടെ തൊലിയിൽ നിന്നും ബാഷ്പശീലമുള്ള നേർത്ത തൈലമുണ്ട്. തൈലത്തിൽ സെനിമൽ ഡിഹൈഡ് എന്ന രാസപദാർത്ഥമാണ്. ഇലയിലൊഴികെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് യൂജിനോൾ വേർതിരിച്ചെടുക്കാം. ബെൻസാൽ ഡിഹൈഡ്, കുമിനൽ ഡിഹൈഡ്, പൈനിൻ, സെമിൻ, കരിയോബിലിൻ എന്നിവയും കാണും. മരപ്പട്ടയിൽ മധുരമുള്ള മാനിറ്റോൾ എന്ന ഘടകമുണ്ട്. സിനമോം കാംഫോറ എന്ന ജീനസിൽ നിന്ന് കർപ്പൂരം വേർതിരിച്ചെടുക്കുന്നു. കറുവ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. രുചി കൂട്ടുകയും ചുമ, ശ്വാസമുട്ടൽ എന്നിവയെ ശമിപ്പിക്കുന്നു. സ്വരം ശുദ്ധമാക്കാൻ നല്ലതാണ്. കർപ്പൂരാതി ചൂർണത്തിൽ ചേർക്കുന്നു. ഇലയിൽ നിന്നെടുക്കുന്ന എണ്ണ ഫ്ലേവറിംഗ് ഏജന്റായും പ്രിസർവേറ്റീവായും ഉപയോഗിക്കുന്നു. പട്ടയിൽ 30% കട്ടിയുള്ള തൈലമുണ്ട്. ഇത് എണ്ണ, മെഴുകുതിരി, സോപ്പ്, വാസ്ലിൻ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു.